ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറുന്ന രാശിമാറ്റം 1199 മേടമാസം 18-ാം തീയതി, അതായത് 2024 മെയ് മാസം 1-ാം തീയതി ബുധനാഴ്ച 17 നാഴികയും 10 വിനാഴികയും മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം 17 നാഴികയും 10 വിനാഴികയും ശരിയായ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ബുധനാഴ്ച പകല് 5 മണി 2 മിനിറ്റാണ് തിരുവോണ നക്ഷത്രത്തിൽ വരുന്നത്. തിരുവോണ നക്ഷത്രത്തിൽ തൃതീയ കൃഷ്ണപക്ഷ കറുത്ത വെളുത്ത ഭാവ് കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ ദിവസമായിട്ടുള്ള തൃതീയ പാദത്തിൽ കൃഷ്ണപക്ഷ അഷ്ടമിയിൽ പുലികരണവും ശുഭനാമ നിത്യയോഗവും കൂടിയ മകരക്കൂറിൽ, തിരുവോണ നക്ഷത്രം മകരക്കൂറാണ്. മകരക്കൂറിൽ കന്നി ലഗ്ന സമുച്ചയത്തിൽ, കന്നി ലഗ്നം പറഞ്ഞു പറയുമ്പോൾ ആ സമയത്ത് ഉദിച്ചു വരുന്ന ലഗ്നം കന്നി ലഗ്നമാണ്. ആ കന്നി ലഗ്നത്തിലാണ് വ്യാഴത്തിൻ്റെ രാശിമാറ്റം മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പകരുന്നതാണ് മാറുന്നത്. ഇടവരാശി പ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ൽ നിൽക്കുന്നു. അതായത് കന്നി ലഗ്നത്തിൻ പ്രകാരം, കന്നി രാശിയുടെ പ്രകാരം, കന്നി ലഗ്നത്തിന്റെ പ്രകാരം 9-ാം ഭാവത്തിൽ അവിടെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ കന്നി ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു, 5-ൽ ചന്ദ്രൻ, 6-ൽ ശനി, 7-ൽ ചൊവ്വ, ബുധൻ, രാഹു, 8-ൽ സൂര്യൻ, ശുക്രൻ, 9-ൽ വ്യാഴൻ. 9-ാം ഭാവത്തിൽ, ലഗ്നത്തിന്റെ 9-ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വ്യാഴത്തിന്റെ രാശിമാറ്റം ഒരു ഗുണകരമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ്, വളരെ ശ്രേഷ്ഠമാണ് എന്നുള്ളത് പറയുന്നത്. ആ വ്യാഴൻ 9-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞു പറഞ്ഞാൽ എല്ലാ ദോഷത്തിനും പരിഹാരമായി വ്യാഴം, അതായത് ഒരു ലഗ്നത്തിന്റെ ആയാലും ഏത് രാശിന്റെ ആയാലും ലഗ്നത്തിന്റെ 9-ാം ഭാവത്തിൽ, രാശിയുടെ 9-ാം ഭാവത്തിൽ വ്യാഴം നിന്നാൽ എല്ലാറ്റിനും പരിഹാരമായി എന്നുള്ളതാണ് പറയുന്നത്. ശുഭഗ്രഹം നിന്ന് കഴിഞ്ഞാൽ ലഗ്നാധിപൻ, കന്നി ലഗ്നത്തിന്റെ ലഗ്നാധിപനായിട്ടുള്ള ബുധൻ കർമ്മസ്ഥാനമായ മിഥുനൻ രാശി, കർമ്മസ്ഥാനം മിഥുനൻ രാശിയും കൂടി ഏറ്റെടുത്തുകൊണ്ട് 7-ാം ഭാവത്തിൽ മീനൻ രാശി, മത്സ്യരാശി മീനൻ രാശിയിൽ നീചത്തിലാണ് നിൽക്കുന്നത്. അതായത് മീനൻ രാശി ബുധന് നീചരാശിയാണ്, നീചത്തിൽ നിൽക്കുകയാണ്. എന്നിരുന്നാലും നീചഭംഗ രാജയോഗത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത്. ആ നീചഭംഗ രാജയോഗത്തോടുകൂടി നിൽക്കുകയാണെങ്കിലും അവിടെ യോഗം ചേർന്ന് നിൽക്കുന്നത് രാഹുവിനോടൊപ്പവും ചൊവ്വയോടൊപ്പവും. രാഹു സർപ്പമാണ്. ആ സർപ്പത്തിൻ്റെ ഒപ്പവും അഷ്ടമാധിപനും 3-ാം ഭാവം, ലഗ്നത്തിൻ്റെ 3-ാം ഭാവാധിപനും അഷ്ടമാധിപനായിട്ട് ചൊവ്വൻ്റെ കൂടെയാണ് ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് തന്നെ അഷ്ടമാധിപൻ്റെ കൂടെ ഏത് ഗ്രഹം നിന്നാലും ഏത് ഭാവത്ത് നിന്നാലും ആ ഭാവത്തിന് ദോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം ഫലങ്ങളെല്ലാം കുറച്ച് പ്രയാസപ്പെട്ടവൻ നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ വ്യയാധിപനായിട്ടുള്ള 12-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്. സൂര്യൻ ഗവൺമെൻറ് കാരകനാണ്, രാജകാരകനാണ്, മന്ത്രികാരകനാണ്, രാജ്യം ഭരിക്കുന്ന ആളുടെ കാരകനാണ്. ആ കാരകത്വം വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ ദോഷമാണ്. അതായത് രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാർക്കും അതുപോലെ ആ മേലാധിത്യം വഹിക്കുന്ന MLA തൊട്ട് പ്രധാനമന്ത്രി വരെക്കുള്ള സാക്ഷ്യം വഹിക്കുന്ന മന്ത്രിമാരായാലും MP-മാരായാലും അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു ഫലങ്ങളായിരിക്കും വരുന്നത് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഓടൊപ്പം തന്നെ അഷ്ടമത്തിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ഓടൊപ്പം തന്നെ ശുക്രനും കൂടിയാണ്. ശുക്രനും കൂടി നിൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ ശുക്രൻ 2-ാം ഭാവാധിപൻ 9-ാം ഭാവം. ശുക്രൻ സ്ത്രീകാരകനാണ്, വാഹനകാരകനാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം വിഷമം പിടിച്ചുള്ള ഒരു സമയമായിരിക്കും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോടുകൂടി വരുന്നത് എന്നാണ് പറയുന്നത്. സ്ത്രീകൾക്ക് അപമാനം വരിക, സ്ത്രീകൾ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ വരിക, അങ്ങനെയുള്ളത്. വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, വാഹന സംബന്ധമായിട്ടുള്ള അപകടങ്ങൾ കൂടുതലായിട്ട് വരിക, പലയിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാവുക, അങ്ങനെയുള്ള ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ 9-ൽ വ്യാഴം നിൽക്കുന്നത് കാരണം അതിനെല്ലാം ചെറുത്ത് നിൽക്കാനുള്ള ഒരു പവർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രക്ഷകനായിട്ട് 9-ൽ വ്യാഴം നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ട് ഫലം വരുന്നുണ്ട് നമുക്ക് നോക്കാം. ധനുരാശിക്കാർക്ക്, അതായത് മൂലം, പോരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുരാശി അല്ലെങ്കിൽ ധനുക്കൂറുകാർക്ക് ഇതുവരെ 5-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം വിഘ്നസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ, 6-ാം ഭാവം പറഞ്ഞാൽ കടബാധ്യതയുടെ സ്ഥാനം കൂടിയാണ് 6-ാം ഭാവം. അപ്പോൾ ഇതുവരെ അനുകൂലപരമായിട്ടുള്ള വ്യാഴം ഇപ്പോൾ വിഘ്നസ്ഥാനമായ 6-ാം ഭാവത്തിലേക്ക് മാറുന്നത്
ധനുരാശിക്കാരെ പുറത്തുവരയ്ക്ക് പറയുകയാണെങ്കിൽ അത്ര ഗുണകരമല്ല എന്ന് പറയാം. ധനസംബന്ധമായിട്ടുള്ള ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വീണ്ടും ഉടലെടുത്ത് വരുവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. അവിടെ സൂക്ഷിക്കണം. ധനസംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും കടബാധയിൽ പെട്ടിരിക്കുന്നവർക്കും വീണ്ടും കടം ഒരു വഴിക്ക് ഒഴിഞ്ഞു വരുന്ന ലെവലിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും കടബാധനെ വലിച്ചു കഴിച്ച് കൊണ്ടുവരാതെ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രോഗവർദ്ധനവ് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ഉള്ള രോഗം അതിക്രമിച്ച് കയറാതെയും ഉള്ള രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ശരീര സംബന്ധമായിട്ടും ആരോഗ്യ സംബന്ധമായിട്ടും ശ്രദ്ധിക്കണം പറയണം. അതുപോലെ ശത്രുക്കളുടെ കടന്നുകയറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ശക്തി കൂടും എന്നൊക്കെ പറയുന്നത്. ആ ശത്രുക്കളുടെ ശക്തികൾ കൂടുന്ന കാരണം കൊണ്ട് തന്നെ അവരിൽ നിന്നുള്ള പലവിധത്തിലുള്ള ദോഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യത, കുടുംബത്തിൽ കലഹം ഉണ്ടാവാനുള്ള സാധ്യത, കുടുംബത്തിൽ ഐക്യത നഷ്ടപ്പെടുവാനുള്ള സാധ്യത, സന്താനങ്ങളുടെ ദുർനടപടികളിൽ മനസമാധാനം കുറയുവാനുള്ള സാധ്യത, സന്താനങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുന്നതിൽ മനമടുത്തു പോവുക എന്നിവയെല്ലാം ഈ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥാനമായ 6ാം ഭാവത്തിൽ വരുന്ന സമയത്തുണ്ടാവും. രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ തലവേദന ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സിനിമാ മേഖലയുള്ളവർക്ക് ഫൈനാൻസ് സംബന്ധം എങ്ങനെ പോയാലും ഫൈനാൻസ് സംഘടിപ്പിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, ഇനിയിപ്പോൾ ഫൈനാൻസ് സംഘടിപ്പിച്ചാൽ അത് തികയാതെ വരുന്ന പ്രശ്നങ്ങൾ, അത് നടന്മാർക്കാണെങ്കിലും ഈ പലവിധ തടസ്സങ്ങളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യത. അതുപോലെ തന്നെ അലോപ്പതി മേഖലയിൽ ഡോക്ടേഴ്സ്, നഴ്സുമാർ, അറ്റൻഡർമാർ ഉൾപ്പെടെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഉൾപ്പെടെ ഇരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസത്തിൽ മന്ദത, വിദ്യാഭ്യാസപരമായിട്ടുള്ള യോഗ്യത കുറവുണ്ടാവുക, എൻട്രൻസ് പരീക്ഷ എല്ലാം എഴുതി കഴിഞ്ഞു പറഞ്ഞാൽ അതൊക്കെ പാസ്സാവാതെ വരിക, എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നാലും അതിൽ ഫാൾട്ട് പറ്റുക, വിദേശവാസത്തിനുള്ള തടസ്സങ്ങളുണ്ടാവുക, വിദേശ യാത്രയ്ക്കുള്ള യോഗങ്ങൾ കുറയുക. പക്ഷേ ഒരു കാര്യമുണ്ട്, വ്യാഴം 6ാം ഭാവത്തിൽ വരികയാണെങ്കിലും ഇനി ഒരു വർഷക്കാലം 6ാം ഭാവത്തിൽ തന്നെ നിൽക്കും. അതായത് മെയ് 1-ാം തീയതി തൊട്ടിട്ട് 2024 മെയ് 1 തൊട്ടിട്ട് 2025 മെയ് 14 വരെയ്ക്ക് ഒരേ രാശിയിൽ ഇടവൻ രാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴനാണ്. അപ്പോൾ അതുവരയ്ക്കും ഇവർക്കൊരു സമാധാനം എന്ന് പറയാനാണെങ്കിൽ ശനി 3-ൽ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് അനുകൂലമാണ്. ആ അനുകൂല ഭാവം ഉള്ളത് കാരണം വലിയൊരു തോതിൽ ബാധിക്കില്ല എന്ന് പറയാൻ പറ്റും. വലിയൊരു തോതിൽ ബാധിക്കില്ല. എങ്കിലും വ്യാഴം തന്നെയാണ്, ശനി തന്നെയാണ്, വെളുത്തവൻ തന്നെയാണ്, കറുത്തവൻ തന്നെയാണ്, പഠിച്ചവൻ തന്നെയാണ്, പഠിക്കാത്തവൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം വ്യാഴത്തിൻ്റെ ഗുണം, ആ വ്യാഴം അനുകൂലത്തിലല്ലെങ്കിൽ ആ വ്യാഴത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവും. മഹാവിഷ്ണു പ്രീതി, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ശ്രീരാമക്ഷേത്ര ദർശനം, യഥാശക്തി വഴിപാട്, വിഷ്ണു സഹസ്രനാമ സ്തോത്ര പാരായണം, മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, സഹസ്രനാമ അർച്ചന, അതുകൂടാതെ മഞ്ഞപ്പെട്ട്, തുളസിമാല, പാൽപ്പായസം എന്നീ മേഖലയിലുള്ള പ്രസാദ നിവേദ്യം എന്നിവയ്ക്കും ഇങ്ങനെയുള്ള വഴിപാടുകളെല്ലാം കൊടുക്കുന്ന പക്ഷം ഇതിൻ്റെ ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് പ്രത്യേകിച്ച് ബാധിക്കാന്ന് പറയാം. ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ആഭരണ സംബന്ധം, ധനത്തിൻ്റെയും ധനകാര്യ സ്ഥാപനത്തിൻ്റെയും ആഭരണ സംബന്ധമായിട്ടുള്ളതും സ്വർണ്ണ സംബന്ധമായിട്ടുള്ളതും രത്നഖനനം എന്നീ മേഖലകളിൽ പെട്ടിരിക്കുന്നതും, ബിസിനസ് സംബന്ധമായിട്ടുള്ള, ബിസിനസ് കാരകനാണ് വ്യാഴൻ, ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലകളിൽ തകർച്ച വരിക, ലാഭം കുറയുക. നമ്മൾ അതായത് ബിസിനസ് നടത്തുകയാണെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിലും ഉദാഹരണം പറയുകയാണെങ്കിൽ 30 ദിവസക്കൂലിക്ക് പണിയെടുക്കുന്നവർ 10-15 ദിവസം മുടങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ പകുതി വരുമാനം ഉണ്ടാവുള്ളൂ. അത് കുറയുക. ബിസിനസ് നടത്തി വരുന്നവർക്ക് വർഷ അവസാനം അല്ലെങ്കിൽ മാസ അവസാനം 1,00,000 രൂപ മിച്ചം വരികയാണെങ്കിൽ അത് കുറയും എന്നാണ് പറയുന്നത്. അപ്പോൾ കടബാധ്യത വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. പലിശയ്ക്ക് എല്ലാം ഫൈനാൻസ് സംബന്ധമായിട്ട് പലിശയ്ക്ക് ഇൻട്രസ്റ്റിന് എടുത്തിരിക്കുന്നവർക്കെല്ലാം ഈ ഇൻട്രസ്റ്റ് കയറി വരിക. ഭവനത്തിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ ബാങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കെട്ടാതെ ബുദ്ധിമുട്ടി അത് ഫൈനാൻസ് കൂടി വരിക. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ ഗവേഷണ സംബന്ധമായിട്ടും ബുദ്ധി സംബന്ധമായിട്ടും വിദ്യാ, ബുദ്ധി, പുത്രാർത്ഥ, ധന, കുടുംബകാരക ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ സന്താനങ്ങൾക്കും
വിദ്യയുടെയും ബുദ്ധിക്ക് സ്വാധീനം കെടുത്തുന്ന പറയുന്നത്, ബുദ്ധി സ്വാധീനം കെടുത്തും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന കാരണം വ്യാഴം 6-ാം ഭാവത്തിലാണെങ്കിലും 3-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് വ്യാഴത്തിന് ശരിക്കും പ്രീതി വരുത്തി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾക്ക് വളരെ കുറച്ച് അനുഭവങ്ങളെ അനുഭവിക്കേണ്ടി വരുള്ളൂ. ദോഷാധിക്യം വളരെ കുറച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടി പറയുകയാണെങ്കിൽ ഗുരുവായൂർ അപ്പന്റെ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ദർശനത്തിന് പോവുക, അല്ലെങ്കിൽ അടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം ചെയ്ത് യഥാശക്തി വഴിപാട് നടത്തുക. നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ശരിക്കും ചെയ്യേണ്ട ശരിക്കുള്ള യഥാക്രമ രീതികളിൽ ഒരു ദിവസത്തെ പൂജ, അല്ലെങ്കിൽ ത്രികാല പൂജ, അല്ലെങ്കിൽ മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം, ഈ 3 മഹാവിഷ്ണു പ്രധാനമായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് വെണ്ണയാണെങ്കിൽ വെണ്ണ, കദളിപ്പഴമാണെങ്കിൽ കദളിപ്പഴം, കളഭം മുഖചാർത്താണെങ്കിൽ അഭിഷേക പൂജയാണെങ്കിൽ അങ്ങനെ, അത് നിങ്ങളുടെ ഇതാണ്. പക്ഷെ ഈ യഥാക്രമം ചെയ്യേണ്ട വഴിപാട് തന്നെയാണ്. പിന്നെ വിഷ്ണു സഹസ്രനാമം ദിവസേന ജപം ചെയ്യുന്നതും, അല്ലാത്ത പക്ഷം ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച 20 മിനിറ്റോ അരമണിക്കൂറോ പാരായണം ചെയ്യുന്നതും, ദിവസേന പാരായണം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായി. അതിനുവേണ്ടി ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഉത്തമമായി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരികയാണെങ്കിൽ ഈ ദോഷത്തെ കുറച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ധനുരാശിക്കാർക്ക് വ്യാഴൻ 6-ലും ശനി 3-ലും, ശനി അനുകൂലമാണ്, വ്യാഴൻ അനുകൂലമല്ല. ശനിക്ക് പ്രീതിക്കെടുത്ത് എത്തിക്കഴിഞ്ഞു പറഞ്ഞാൽ ഒരുവിധം ഇവിടെ നിന്ന് അങ്ങോട്ട് തള്ളി നോക്കുക. പ്രത്യേകിച്ച് പറയുന്നത് കടബാധയിൽ നിന്നും മോചനം നേടി വരുന്ന ഒരു അവസ്ഥയാണ്. അത് വീണ്ടും പോയി, അതായത് നമ്മൾ ഒരു താഴ്ചയിൽ നിന്നും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3/4 ഭാഗത്തിൻ്റെ 80% കടക്കുന്ന സമയത്ത് വീണ്ടും താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വളരെ ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കുക.